എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു തായ് BL ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മളെ ഡ്രാമയുടെ മെയിൻ ഹീറോ ആയ ഇവൻ ഒരു ടീച്ചറാണ്. ഇവൻ്റെ പേര് സോളാർ എന്നാണ്. ഇവനൊരു ആക്സിഡൻറ്റ് സംഭവിച്ച കാരണം ഇവന് ഇടയ്ക്ക് വെച്ചിട്ട് ഇവനൊരു കുട്ടിയായി മാറും. കുട്ടിയായി മാറുമ്പോൾ അവൻ്റെ പേര് സൺ എന്നാണ്. മുതിർന്നൊരു വ്യക്തിയായി മാറുമ്പോൾ ഇവൻ്റെ പേര് സോളാർ എന്നാണ്. സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. ഇവന് കുട്ടിക്കാലത്തുണ്ടായ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. അതൊരു ആക്സിഡൻറ്റ് വന്നപ്പോൾ ആ ഇഷ്യൂ ട്രിഗറായിട്ട് ഇവനിങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇവൻ എപ്പോഴാണ് കുട്ടിയായി മാറുന്നത്, എപ്പോഴാണ് മുതിർന്ന ഒരു പൗരനായി മാറുന്നത് എന്ന് നമുക്കറിയാൻ പറ്റില്ല. കുട്ടിയാവുന്ന സമയത്ത് അവൻ വളരെ നോട്ടി ചൈൽഡായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പോഴത് ഏതൊരു സമയത്താണ് അവൻ അങ്ങനെ കുട്ടിയായി മാറുന്നതെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റില്ല. ഇപ്പം അവൻ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവൻ്റെ ബോയ് ഫ്രണ്ട് അവൻ്റെ കൂടെ തന്നെയുണ്ട്. അവൻ്റെ ഈ ഒരു കണ്ടീഷൻ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ ബോയ് ഫ്രണ്ടും എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവും. അവൻ്റെ ഒരു ചെറിയ മാറ്റം പോലും അവൻ്റെ ബോയ് ഫ്രണ്ടിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും ഇവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇവരുടെ സ്കൂളിലെ ആനുവൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റേജിൽ ഷോ പെർഫോമൻസ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഇവന് പെട്ടെന്നൊരു ട്രോമ ട്രിഗർ ആവുകയാണ്. ഒരു സ്റ്റേജ് ഫിയർ പോലെ. കുട്ടികൾക്കും അവിടെയുള്ള ടീച്ചേഴ്സിനും എല്ലാവർക്കും ഇവൻ്റെ ഈ കണ്ടീഷനെക്കുറിച്ച് അറിയാം. എല്ലാവരും ഇവനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇവനെ ചിയർ ചെയ്യുകയാണ്. പക്ഷേ അവന് പെട്ടെന്ന് അതൊരു ട്രോമ ട്രിഗറായി മാറുകയും അവൻ പെട്ടെന്ന് സണ്ണായി മാറുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു കുട്ടിയായി മാറുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം അവന് വല്ലാത്ത രീതിയിലുള്ളൊരു പാനിക് അറ്റാക്ക്, സ്റ്റേജ് ഫിയറും ഉണ്ടാവുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ ഇവൻ്റെ ലവറിന് മനസ്സിലാവുകയും അവനെ കാം ഡൗൺ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒട്ടും പെട്ടെന്ന് അത് സാധിച്ചില്ല. അവൻ പെട്ടെന്ന് തന്നെ പാനിക് അറ്റാക്ക് അവന് ഒരുപാട് കൂടുകയും അവൻ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അവൻ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് അവൻ ഒട്ടും ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അവൻ ഒട്ടും നടക്കാൻ പറ്റാതെ ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. അവന് കുട്ടിക്കാലത്തുള്ള പല കാര്യങ്ങളും അവന് പതുക്കെ ഓർമ്മ വരാൻ തുടങ്ങി. അത് അവൻ്റെ പാനിക് അറ്റാക്ക് കൂടുതൽ വഷളാക്കിക്കൊണ്ടിരുന്നു. ഇവൻ്റെ ലവറും അവൻ്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരുവിധം അവൻ്റെ ബ്രീത്തിങ്ങൊക്കെ കൺട്രോൾ ചെയ്ത് അവൻ റിലാക്സ് ആവുന്നുണ്ട്. ആ സമയത്ത് ഇവനൊരു കുട്ടിയായി മാറിയെന്നുള്ളത് അവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെ കെട്ടിപ്പിടിച്ച് ഒരു കുട്ടികളടുത്ത് പെരുമാറുന്നത് പോലെ ബിഹേവ് ചെയ്ത് അവൻ്റെ മൈൻഡ് കാം ഡൗൺ ആക്കി റിലാക്സ് ആക്കുന്നുണ്ട്. അങ്ങനെ അവനെ കിടത്തി ഉറക്കിയതിന് ശേഷം ഇവനാണെങ്കിൽ ഇവൻ്റെ ഗാർഡിയൻ്റെ അടുത്ത് ഇവൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അവർ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഇവൻ്റെ സിംറ്റംസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവന് പാനിക് അറ്റാക്കാണ് സംഭവിച്ചതെന്നൊക്കെ ഇവൻ്റെ ഗാർഡിയനും ഇവനും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അടുത്തൊരു റിവ്യൂ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്